പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ സൂറത്തുൽ ഇഖ്ലാസ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒട്ടനവധി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്ന് ആരിഫീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ ഖുർആനിന്റെ 1/3 ഓതിയ പ്രതിഫലം അല്ലാഹു അവനിക്ക് നൽകുകയാണ്. ആ സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ 3 തവണ പാരായണം ചെയ്താൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം എത്രയാണ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ സ്ഥാനം എത്രയാണ്. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ സ്നേഹമാണ്, അല്ലാഹുവിന്റെ മഹബ്ബത്താണ്. അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടാൽ മതി, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മതി എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 തവണ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെടുക, എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. പരിശുദ്ധമായ റമദാനു ശരീഫ് കടന്നു വന്നപ്പോൾ 1-ാം രാവ് മുതൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ, അല്ലാഹുവേ പാപങ്ങൾ പൊറുക്കണേ, നരകത്തിനെ തൊട്ട് കാക്കണേ എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആ ചോദിക്കുന്ന സ്വർഗ്ഗം നമ്മൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 തവണ പാരായണം ചെയ്യുക. അല്ലാഹു ഓതാല ഭാഗ്യം നൽകട്ടെ. അതുപോലെ മഹാന്മാര് പറയുന്നുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ധാരാളം പാരായണം ചെയ്താൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മഗ്ഫിറത്തിന്റെ 10 ആണ്. പരിശുദ്ധമായ റമദാനു ശരീഫിലെ 2-ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ആണെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. ആ മഗ്ഫിറത്തിന്റെ 10-ല് ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അല്ലാഹു നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്ന സമയത്ത് അതിൽ അല്ലാഹു നമ്മൾക്ക് ഒരു ഇടം നൽകാതിരിക്കില്ല. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ എത്ര ആഗ്രഹങ്ങളാണ്, എത്ര ഹാജത്തുകളാണ്. മക്കളെ കെട്ടിക്കണം, ഒരു വീട് നിർമ്മിക്കണം, അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കണം, നല്ല വാഹനം വാങ്ങണം, മക്കൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കണം, നല്ല സമ്പന്നനായി ജീവിക്കണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് സാധുക്കളായ ഞാനും നിങ്ങളും. ആ ആഗ്രഹങ്ങൾ നിറവേറാൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ റബ്ബേ.